പത്തനംതിട്ടയിൽ ട്രാഫിക് പോലീസിന്റെ പരിശോധനയിൽ സ്കൂൾ ബസ് ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രൈവറുടെ ഡ്യൂട്ടി ഏറ്റെടുത്തു. ബസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിച്ചത് പോലീസ് ഡ്രൈവറാണ്. സ്കൂൾ ബസിന് പകരം ഡ്രൈവർ ഇല്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് പലയിടങ്ങളിലായി കാത്തുനിന്ന വിദ്യാർത്ഥികളെ പോലീസ് സ്കൂളിൽ എത്തിച്ചത്. കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രൈവറെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ആ പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ആ പോലീസ് ഡ്രൈവർക്ക് ഒരു നല്ല സല്യൂട്ട് കൊടുക്കണം. കാരണം സ്കൂൾ ബസ് ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് അയാളെ മാറ്റുക മാത്രമല്ല, പകരം ഡ്രൈവർ ഇല്ല എന്ന് സ്കൂളുകാർ പറയുമ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡ്രൈവറായി ഒരു പോലീസുകാരൻ തന്നെ മാറുന്ന ഒരു സാഹചര്യം. എങ്ങനെയായിരുന്നു അവിടുത്തെ ഈ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ? സുജയ, പത്തനംതിട്ട ജില്ലയിൽ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് ഓട്ടത്തിനിടെ സ്കൂൾ ബസിന്റെ ടയറുകൾ ഊരിപ്പോയി. ഇതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എല്ലാ സ്കൂൾ ബസ്സുകളുടെയും പരിശോധന നടത്തണമെന്ന് ട്രാഫിക് പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്തനംതിട്ട നഗരത്തിൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് ട്രാഫിക് പോലീസ് സംഘം ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഈ പറയുന്ന പ്രസ്തുത സ്കൂൾ ബസ്സിനെ തടഞ്ഞു നിർത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ സ്കൂൾ ബസ് ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. ബ്രീത്ത് അനലൈസർ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത് തെളിഞ്ഞത്. പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചും ഈ സ്കൂൾ ബസ് ഡ്രൈവറെ വിശദമായിട്ടുള്ള പരിശോധന നടത്തി. സാധാരണ ഈ 30 വരെയൊക്കെ കൗണ്ടാണെങ്കിൽ അത് കേസെടുക്കാറില്ല. പക്ഷേ ഈ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ സ്കൂൾ ബസ് ഡ്രൈവറുടെ കൗണ്ട് എന്നുള്ളത് 70-ന് മുകളിലായിരുന്നു. അതിനർത്ഥം ഇന്ന് രാവിലെ എപ്പോഴോ മദ്യപിച്ചു എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീടുള്ളൊരു പ്രശ്നം എന്നുള്ളത് സ്കൂൾ ബസ് അവിടെ തന്നെ കിടക്കുകയാണ്. ഇതിന് കുട്ടികൾ ബസ്സിനകത്തുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് ഈ സ്കൂൾ ബസ് എത്തിച്ചു. പക്ഷേ സ്കൂൾ അധികൃതർ പറഞ്ഞത് തങ്ങൾക്ക് ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ഇനിയും ട്രിപ്പ് പോകേണ്ടതുണ്ട്. അങ്ങനെ വന്നപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് SCPO ആയിട്ടുള്ള ജയപ്രകാശാണ് ഈ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവിംഗ് ഏറ്റെടുത്തത്. SI അജി ശാമുവലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡ്യൂട്ടി പിന്നീട് സ്കൂൾ ബസ്സിലാക്കിയത്. പിന്നീട് പല സ്ഥലങ്ങളിലായി കാത്തുനിന്ന വിദ്യാർത്ഥികളെല്ലാം എടുത്തുകൊണ്ട് ഈ SCPO ജയപ്രകാശ് സ്കൂൾ ബസ് ഓടിച്ച് സ്കൂളിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ എന്തായാലും മാതൃകാപരമായ ഒരു നടപടിയാണ് ആ പോലീസ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതും ഒരു സ്കൂൾ ബസ്സിൽ ആ കുഞ്ഞുങ്ങളും കൊണ്ട് പോകുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതെന്ന് പറയുന്നത് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ്. ഇനി അയാളെ ആ ജോലിക്ക് തുടരണോ എന്നുള്ളത് സ്കൂളുകാരൊന്ന് ആലോചിക്കുക. അതോടൊപ്പം തന്നെ ആളുകളുടെയൊക്കെ ഒരു പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് അവരിതുപോലെ മദ്യപിച്ച് ഓടിക്കുന്നുണ്ടോ എന്നതൊക്കെ ഓരോ സ്കൂളും ഉറപ്പാക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർ നമ്മളുടെ ഉത്തരവാദിത്വവുമാണ്.